ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കണം, എന്നാലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളേ. അപ്പൊ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കണം എങ്ങനെ നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കണതിന് മുന്നേ അതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കണ്ടേ. തേങ്ങ ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക. തേങ്ങ അതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു അരക്കപ്പോളം ശർക്കര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പൊ അഴുക്കൊന്നും ഇല്ലാത്ത നല്ല ശർക്കര കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ അങ്ങനെ ചേർത്ത് കൊടുക്കണത്. ഇനി കൊടുക്കണ ശർക്കരയിൽ അഴുക്കുള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ മെൽറ്റ് ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നമ്മൾ ശർക്കര പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. അപ്പൊ ഞാൻ ശർക്കര ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ശർക്കരയും തേങ്ങയ്ക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറാൻ വേണ്ടിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 2 മാങ്ങയാണ് കേട്ടോ. അപ്പൊ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള നന്നായി പഴുത്തിട്ടുള്ള 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ ഞാൻ നല്ല നന്നായിട്ട് പഴുത്തിട്ടുള്ള നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പൊ ഞാൻ 2 എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാൻ മാങ്ങ മുഴുവനായിട്ട് മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഒരു അരക്കപ്പോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്കും ചേർത്ത് കൊടുക്കണ്ടേ. നമ്മള് സാധാ ഇടിയപ്പത്തിന്റെ ഒക്കെ എടുക്കണ അരിപ്പൊടി ഇല്ലാതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരക്കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളെ മെഷറിംഗ് കപ്പില് അരക്കപ്പ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണ്ടേ. നമുക്കത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണേ. വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കണേ. അപ്പൊ ഞാൻ അതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ മാങ്ങയും പൊടിയും കൂടി രണ്ടും കൂടി ഒപ്പിട്ടിട്ട് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം മാങ്ങ അരച്ചതിന് ശേഷം പിന്നെ പൊടി ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി കേട്ടോ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പൊ ഞാൻ നമ്മളെ മിക്സ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് മിക്സ് വേണ്ടിയത്. ഇതുപോലെ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് വേണ്ടിയത്. കുറെ തിക്കായി പോവാനും പാടില്ല, എന്നാൽ കുറെ ലൂസായി പോവാനും പാടില്ല കേട്ടോ. അതുപോലെയാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഞാൻ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിട്ട് ഇതുപോലെ ഒരു വാഴയില ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ അതുപോലെ ഒരു വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കണ്ടേ. നമ്മൾ സ്നാക്സ് ഇലയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒരു തവി മാവ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണ്ട, വട്ടത്തിലൊന്ന് ആക്കി കൊടുക്കണ്ട കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. നമ്മളെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കൂല അതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കണേ. അപ്പൊ ഞാൻ അടുത്തത് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണ്ടേ. ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഫില്ലിംഗ് അതിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെ ഇലയുടെ ഒക്കെ ഉണ്ടാക്കണ പോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ ഞാൻ ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാൻ അത് വേവിച്ചെടുക്കാൻ വേണ്ടിട്ട് ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സ്നാക്സ് ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാൻ സ്നാക്സ് മുഴുവനായിട്ട് ഇതിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റീമർ അടച്ചു വെക്കാം. അപ്പൊ ഞാൻ സ്റ്റീമർ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു 10-15 മിനിറ്റ് സമയം വരെ നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക കേട്ടോ. നമ്മളെ സ്നാക്സ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു 15 മിനിറ്റ് സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്റ്റീമർ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ സ്നാക്സ് ഒക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ സ്റ്റീമറിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നും കൂടിയാണ് കേട്ടോ. അത് കണ്ടില്ല, നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ മാങ്ങന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലും മാങ്ങ ഉണ്ടായിരിക്കുമല്ലോ. അപ്പം മാങ്ങ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടിട്ട്. എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ സ്നാക്സിന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.